അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അവിടെ നമുക്ക് രണ്ടിലും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മെയിൽ ഈഗോ. ആ മെയിൽ ഈഗോയെ തന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പടമാണ് അതിരടി. ഒരു കോളേജ് പയ്യനായിട്ട് എത്തുന്ന ബേസിൽ ജോസഫും തൊട്ടപ്പുറത്ത് ഒരു അമ്പലത്തിൽ ഒരു ഗാനമേള നടത്താൻ വരുന്ന ടൊവിനോ തോമസും അവർ തമ്മിൽ എന്തോ ഒരു സാഹചര്യത്തിന്റെ പുറത്തുണ്ടാവുന്ന ചെറിയൊരു ഇഷ്യൂ. പക്ഷേ ഈ മെയിൽ ഈഗോ അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ട് ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധം മോഡിൽ എത്തുകയാണ്. ഒരു ഫൺ മൂവി, ഭയങ്കര ഒരു പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പക്ക എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് കാണാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കും. മറിച്ച് നിങ്ങൾ ഭയങ്കര മസിൽ പിടിച്ച് എല്ലാത്തിൻ്റെയും ലോജിക്ക് നോക്കി കാണാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പടത്തിനെ കുറിച്ച് കൂടുതൽ സ്പോയിലേഴ്സും കാര്യങ്ങളൊന്നും അറിയുന്നതിന് മുമ്പേ കഴിവതും ഈ പടം പോയി കാണാൻ ശ്രമിക്കുക. ഈ പടത്തിലൊരു ക്യാമിയോ ഉണ്ട്. ടൊവിനോയ്ക്കും ബേസിലും കിട്ടിയതിനേക്കാളും കൂടുതൽ കൈയടി കിട്ടിയത് ആ ക്യാമിയോക്കാണ്. ആ ക്യാമിയോ ആരാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ പടം കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. പക്ക ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കണ്ടു തീർക്കാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും ഒന്നിനൊന്നും വിശം തന്നെയായിരുന്നു. ടൊവിനോണിലും ബേസിലാണെങ്കിലും വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാന്റെ ഒക്കെ റോള് പറയാതിരിക്കാൻ പോയി അടിപൊളിയായിരുന്നു. സർവ്വമായിലോട് കണ്ട ഡെലിവലു ഏകദേശം കോസ്റ്റ്യൂം മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ ഡെലിവലു എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഈ പടത്തിൽ എനിക്ക് തോന്നിയത്. വലിയ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. മൊത്തത്തില് ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു പാക്ഡ് തിയേറ്ററിൽ ഈ യൂത്തിന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. OTT-ൽ ഈ പടം വലിച്ചേറപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ തിയേറ്ററിൽ നല്ല രീതിയിൽ കൈയ്യടി അറിയിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പടങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ പടം കണ്ടുപോകുന്നതാണ്.